ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയെ കടം കൊണ്ട വ്യവസ്ഥകൾ ഏതൊക്കെ രാജ്യത്തു നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത് എന്ന് നോക്കാനാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇന്ത്യൻ ഭരണഘടന ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്ന് കടം കൊണ്ടവയാണ് ഗവർണർ പദവി, പബ്ലിക് സർവീസ് കമ്മീഷണർ, ഫെഡറൽ കോടതി, അടിയന്തരാവസ്ഥ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്ന് കടം കൊണ്ടവയാണ് ഗവർണർ പദവി, പബ്ലിക് സർവീസ് കമ്മീഷൻ, ഫെഡറൽ കോടതി, അടിയന്തരാവസ്ഥ. ഗവർണർ പദവി, പബ്ലിക് സർവീസ് കമ്മീഷൻ, ഫെഡറൽ കോടതി, അടിയന്തരാവസ്ഥ എന്നിവ കടം കൊണ്ടത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്നാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്നാണ്. അടുത്ത ജർമ്മനിയിൽ നിന്ന് അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നത് എടുത്തിട്ടുള്ളത് ജർമ്മനിയിൽ നിന്നാണ്. അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നത് എടുത്തിട്ടുള്ളത് ജർമ്മനിയിൽ നിന്നാണ്. ജർമ്മനി അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നത് എടുത്തിട്ടുള്ളത് ജർമ്മനിയിൽ നിന്നാണ്. ജർമ്മനി. അമേരിക്കയിൽ നിന്ന് എടുത്തതാണ് മൗലിക അവകാശങ്ങൾ, ആമുഖം, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, ജുഡീഷ്യൽ റിവ്യൂ, രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ്, ലിഖിത ഭരണഘടന, വൈസ് പ്രസിഡന്റ്, സുപ്രീം കോടതി. അതായത് അമേരിക്കയിൽ നിന്ന് മൗലികാവകാശങ്ങൾ, ആമുഖം, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, ജുഡീഷ്യൽ റിവ്യൂ, രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ്, ലിഖിത ഭരണഘടന, വൈസ് പ്രസിഡന്റ്, സുപ്രീം കോടതി. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്ന് എടുത്തിട്ടുള്ളത് ഗവർണർ പദവി, പബ്ലിക് സർവീസ് കമ്മീഷൻ, ഫെഡറൽ കോടതി, അടിയന്തരാവസ്ഥ. ജർമ്മനിയിൽ നിന്ന് എടുത്തിട്ടുള്ളത് അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നത്. അമേരിക്കയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് മൗലികാവകാശങ്ങൾ, ആമുഖം, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, ജുഡീഷ്യൽ റിവ്യൂ, രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ്, ലിഖിത ഭരണഘടന, വൈസ് പ്രസിഡന്റ്, സുപ്രീം കോടതി. അടുത്ത റഷ്യയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് മൗലിക കടമകൾ, പഞ്ചവത്സര പദ്ധതികൾ. റഷ്യയിൽ നിന്ന് എടുത്തിട്ടുള്ളത് മൗലിക കടമകൾ, പഞ്ചവത്സര പദ്ധതികൾ എന്ന് എടുത്തിട്ടുള്ളത് റഷ്യയിൽ നിന്നാണ്. മൗലിക കടമ, പഞ്ചവത്സര പദ്ധതികൾ എടുത്തിട്ടുള്ളത് റഷ്യയിൽ നിന്നാണ്. മൗലിക കടമകൾ, പഞ്ചവത്സര പദ്ധതികൾ എടുത്തിട്ടുള്ളത് റഷ്യയിൽ നിന്നാണ്. ബ്രിട്ടനിൽ നിന്ന് പാർലമെന്ററി ജനാധിപത്യം, ഏക പൗരത്വം, നിയമവാഴ്ച, ക്യാബിനറ്റ് സമ്പ്രദായം, രാഷ്ട്രത്തലവന് നാമമാത്രമായ അധികാരം, റിട്ടുകൾ, ദ്വിമണ്ഡലസഭ, തിരഞ്ഞെടുപ്പ് സംവിധാനം, കൂട്ടുത്തരവാദിത്തം, CAG, സ്പീക്കർ, കേവല ഭൂരിപക്ഷ വ്യവസ്ഥ. ഇതൊക്കെ എടുത്തിട്ടുള്ളത് ബ്രിട്ടനിൽ നിന്നാണ്. ബ്രിട്ടനിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് പാർലമെന്ററി ജനാധിപത്യം, ഏക പൗരത്വം, നിയമവാഴ്ച, ക്യാബിനറ്റ് സമ്പ്രദായം, രാഷ്ട്രത്തലവന് നാമമാത്രമായ അധികാരം, റിട്ടുകൾ, ദ്വിമണ്ഡലസഭ, തെരഞ്ഞെടുപ്പ് സംവിധാനം, കൂട്ടുത്തരവാദിത്തം, CAG, സ്പീക്കർ, കേവല ഭൂരിപക്ഷ വ്യവസ്ഥ എന്നിവ എടുത്തിട്ടുള്ളത് ബ്രിട്ടനിൽ നിന്നാണ്. റഷ്യയിൽ നിന്ന് എടുത്തതാണ് മൗലിക കടമകളും പഞ്ചവത്സര പദ്ധതികളും. റഷ്യയിൽ നിന്ന് മൗലിക കടമകളും പഞ്ചവത്സര പദ്ധതികളും എടുത്തിട്ടുള്ളത് റഷ്യയിൽ നിന്നാണ്. മൗലിക കടമ, പഞ്ചവത്സര പദ്ധതികൾ എടുത്തിട്ടുള്ളത് റഷ്യയിൽ നിന്നാണ്. റഷ്യയിൽ നിന്നാണ് മൗലിക കടമകളും പഞ്ചവത്സര പദ്ധതികളും എടുത്തിട്ടുള്ളത്. ബ്രിട്ടനിൽ നിന്ന് പാർലമെന്ററി ജനാധിപത്യം, ഏക പൗരത്വം, നിയമവാഴ്ച, ക്യാബിനറ്റ് സമ്പ്രദായം, രാഷ്ട്രത്തലവന് നാമമാത്രമായ അധികാരം, റിട്ടുകൾ, ദ്വിമണ്ഡലസഭ, തിരഞ്ഞെടുപ്പ് സംവിധാനം, കൂട്ടുത്തരവാദിത്തം, CAG, സ്പീക്കർ, കേവല ഭൂരിപക്ഷ വ്യവസ്ഥ എന്നെടുത്തുള്ളത് ബ്രിട്ടനിലാണ്. ഏതൊക്കെയാണ്? പാർലമെന്ററി ജനാധിപത്യം, ഏക പൗരത്വം, നിയമവാഴ്ച, ക്യാബിനറ്റ് സമ്പ്രദായം, രാഷ്ട്രത്തലവന് നാമമാത്രമായ അധികാരം, റിട്ടുകൾ, ദ്വിമണ്ഡലസഭ, തിരഞ്ഞെടുപ്പ് സംവിധാനം, കൂട്ടുത്തരവാദിത്തം, CAG, സ്പീക്കർ, കേവല ഭൂരിപക്ഷ വ്യവസ്ഥ. കേവല ഭൂരിപക്ഷ എന്നിവ എടുത്തിട്ടുള്ളത് ബ്രിട്ടനിൽ നിന്നാണ്. അടുത്ത് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് കൺകറന്റ് ലിസ്റ്റ്, പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം, വ്യവസായ വാണിജ്യങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം. ഓസ്ട്രേലിയയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് കൺകറന്റ് ലിസ്റ്റ്, പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം, വ്യവസായ വാണിജ്യങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം എന്നിവ എടുത്തിട്ടുള്ളത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. കാനഡയിൽ നിന്ന് എടുത്തതാണ് ഫെഡറൽ സംവിധാനം, അവശിഷ്ടാധികാരം, യൂണിയൻ സ്റ്റേറ്റ് ലിസ്റ്റുകൾ, സംസ്ഥാന ഗവർണറുടെ നിയമനം, സുപ്രീം കോടതിയുടെ ഉപദേശാധികാരം എന്നിവ എടുത്തിട്ടുള്ളത് കാനഡയിൽ നിന്നാണ്. ഫെഡറൽ സംവിധാനം, അവശിഷ്ടാധികാരം, യൂണിയൻ സ്റ്റേറ്റ് ലിസ്റ്റുകൾ, സംസ്ഥാന ഗവർണറുടെ നിയമനം, സുപ്രീം കോടതിയുടെ ഉപദേശാധികാരം എന്നിവ എടുത്തിട്ടുള്ളത് കാനഡയിൽ നിന്നാണ്. ഫ്രാൻസിൽ നിന്ന് റിപ്പബ്ലിക്, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എടുത്തിട്ടുള്ളത് ഫ്രാൻസിൽ നിന്നാണ്.
റിപ്പബ്ലിക്, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. റിപ്പബ്ലിക്, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവ എടുത്തിട്ടുള്ളത് ഫ്രാൻസിൽ നിന്നാണ്. റിപ്പബ്ലിക്, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എടുത്തുള്ളത് ഫ്രാൻസിൽ നിന്നാണ്. അപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്ന് എടുത്തതാണ്. കൺകറന്റ് ലിസ്റ്റ് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനങ്ങൾ, വ്യവസായ വാണിജ്യങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം എന്നിവ എടുത്തിട്ടുള്ളത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. കാനഡയിൽ നിന്ന് ഫെഡറൽ സംവിധാനം, അവശിഷ്ടാധികാരം, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, സംസ്ഥാന ഗവർണറുടെ നിയമനം, സുപ്രീം കോടതിയുടെ ഉപദേശാധികാരം എന്നിവ എടുത്തിട്ടുള്ളത് കാനഡയിൽ നിന്നാണ്. ഫെഡറൽ സംവിധാനം, അവശിഷ്ടാധികാരം, യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും, സംസ്ഥാന ഗവർണറുടെ നിയമനം, സുപ്രീം കോടതിയുടെ ഉപദേശാധികാരം എന്നിവ എടുത്തിട്ടുള്ളത് കാനഡയിൽ നിന്നാണ് ഇവ എടുത്തിട്ടുള്ളത്. അടുത്ത ഫ്രാൻസിൽ നിന്ന് റിപ്പബ്ലിക്, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവ എടുത്തിട്ടുള്ളത് ഫ്രാൻസിൽ നിന്നാണ്. ഏതൊക്കെയാണ്? റിപ്പബ്ലിക്, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നെടുത്തിട്ടുള്ളത് ഫ്രാൻസിൽ നിന്നാണ്. അടുത്ത ജപ്പാനിൽ നിന്ന് നിയമസ്ഥാപിതമായ വ്യവസ്ഥ എടുത്തിട്ടുള്ളത് ജപ്പാനിൽ നിന്നാണ്. നിയമസ്ഥാപിതമായ വ്യവസ്ഥ എടുത്തത് ജപ്പാനിൽ നിന്നാണ്. നിയമസ്ഥാപിതമായ വ്യവസ്ഥ എടുത്തത് ജപ്പാനിൽ നിന്നാണ്. അയർലൻഡിൽ നിന്നെടുത്ത് മാർഗനിർദ്ദേശ തത്വങ്ങൾ, പ്രസിഡന്റിന്റെ തിരഞ്ഞെടുപ്പ്, രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നത് എടുത്തത് അയർലൻഡിൽ നിന്നാണ്. മാർഗനിർദ്ദേശ തത്വങ്ങൾ, പ്രസിഡന്റിന്റെ തിരഞ്ഞെടുപ്പ്, രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നത് എന്നിവ എടുത്തത് അയർലൻഡിൽ നിന്നാണ്. മാർഗനിർദ്ദേശ തത്വങ്ങൾ, പ്രസിഡന്റിന്റെ തിരഞ്ഞെടുപ്പ്, രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നത് എന്നിവ എടുത്തത് അയർലൻഡിൽ നിന്നാണ്. മാർഗനിർദ്ദേശ തത്വങ്ങൾ, പ്രസിഡന്റിന്റെ തിരഞ്ഞെടുപ്പ്, രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നത് എന്നിവ എടുത്തത് അയർലൻഡിൽ നിന്നാണ്. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് എടുത്തതാണ് ഭരണഘടനാ ഭേദഗതി, രാജ്യസഭാ അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് എന്നിവ എടുത്തത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് എടുത്തതാണ് ഭരണഘടനാ ഭേദഗതി, രാജ്യസഭാ അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് എന്നിവ എടുത്തത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. ഭരണഘടനാ ഭേദഗതി, രാജ്യസഭാ അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് എന്നിവ എടുത്തത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. ഭരണഘടനാ ഭേദഗതി, രാജ്യസഭാ അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് എന്നിവ എടുത്തത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. ജപ്പാനിൽ നിന്ന് നിയമസ്ഥാപിതമായ വ്യവസ്ഥ എടുത്തു. അയർലൻഡിൽ നിന്ന് മാർഗനിർദ്ദേശ തത്വങ്ങൾ, പ്രസിഡന്റിന്റെ തിരഞ്ഞെടുപ്പ്, രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നത് അയർലൻഡിൽ നിന്നാണ്. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഭരണഘടനാ ഭേദഗതിയും രാജ്യസഭാ അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് എടുത്തിട്ടുള്ളത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ ക്ലാസ്. ഇനി നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്, അവശിഷ്ടാധികാരം ഏത് വിദേശ ഭരണഘടനയിൽ നിന്നാണ് കടം എടുത്തിട്ടുള്ളത്? ഇതിൻ്റെ ഉത്തരം അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.